നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ശബ്ദമാണ്. ശബ്ദം, സൗണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, ശബ്ദം. ഓക്കെ, സൗണ്ട് ഒരു വേവ് രൂപത്തിലുള്ള ഒരു സംഭവമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ശബ്ദത്തിന്റെ കുറച്ച് പ്രത്യേകതകള്, ശബ്ദത്തിന്റെ കുറച്ച് നമ്മൾ പിച്ച് എന്നൊക്കെ പറയുന്ന കുറച്ച് ക്വാളിറ്റീസും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ജോയിൻ ചെയ്തവരാരെങ്കിലും നിങ്ങളുടെ പേര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാത്തുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോളൂ കേട്ടോ. നമുക്ക് തുടങ്ങാം. ഓക്കെ, ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കേൾവി സാധ്യമാകുന്ന ഊർജത്തിന്റെ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എനർജി സോഴ്സ് കൂടിയാണ് കേട്ടോ. ശബ്ദം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കമ്പനങ്ങളാണ്, വൈബ്രേഷൻസ് ആണ്. കമ്പനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻസ് ആണ് ശബ്ദം ഉണ്ടാകാനുള്ള കാരണം. ഇനി കമ്പനം എന്ന് പറയുന്നത് എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന വൈബ്രേഷൻസിനെയാണ് കമ്പനം എന്ന് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന വൈബ്രേഷൻസിനെയാണ് കമ്പനം എന്ന് പറയുന്നത്. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ടോ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മീഡിയത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. മീഡിയം ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഇനി നോക്കൂ, ശബ്ദത്തിന്റെ സ്രോതസ്സുകളും അതില് കമ്പനം ചെയ്ത് സൗണ്ട് പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗങ്ങളും അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് വൈബ്രേറ്റിംഗ് പാർട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സൗണ്ട് ഉണ്ടാവുന്നത് നമ്മുടെ സ്വനപേടകം, ലാരിങ്സ്, അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ശബ്ദ സ്രോതസ് എന്ന് പറയുന്ന സ്വനപേടകമാണ്. അതിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്? സ്വനതന്തു, വോക്കൽ കോഡ് എന്ന് പറയും. ഇതിനോട് അനുബന്ധമായി കമ്പനം ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തൊണ്ട, ചുണ്ട് തുടങ്ങിയവ. ഇത് രണ്ടുമാണ് മറ്റു വൈബ്രേറ്റിംഗ് പാർട്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ട് നോക്കിയാൽ ഇവിടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കളുടെ കമ്പനം മൂലമാണ്, നമ്മുടെ ലാരിങ്സിലുള്ള വോക്കൽ കോഡിന്റെ വൈബ്രേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ ഫ്ലൂട്ട് ഉണ്ട്, ഓടക്കുഴൽ. ഓടക്കുഴലിനകത്ത് നമുക്കറിയാം അത് മരത്തിന്റെ ഒരു നീളത്തിലുള്ള ഒരു സ്റ്റിക്കാണ്. അതിനുള്ളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അല്ലെ. ഈ ഹോൾസിലുള്ള വായു യൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കോളമാണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് വായു യൂപമാണ്, എയർ കോളം. ഇതിനോട് അനുബന്ധമായി കമ്പനം ചെയ്യുന്ന മറ്റു ഭാഗം ഏതാണ്? വായു, മറ്റു സുഷിരങ്ങൾ. ഇത് രണ്ടുമാണ് കമ്പനം ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾ. ഇനി ചെണ്ടയിൽ വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്ന തുകലാണ്, ആ അനിമൽ സ്കിന്നാണ് കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇതിനോട് അനുബന്ധമായി കമ്പനം ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും? രണ്ട് സ്ഥലത്തും എന്തുണ്ട്? നമ്മൾ തുകല് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളില് വായു നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ വായു വൈബ്രേറ്റ് ചെയ്യും. ഒപ്പം ചെണ്ട ഉണ്ടാക്കിയ മരം ഉണ്ടല്ലോ, മരത്തിന്റെ പാട്ടും വൈബ്രേറ്റ് ചെയ്യും. ഇനി ഗിത്താർ കണ്ടിട്ടുണ്ട് നമ്മൾ. ഗിത്താറിൽ കമ്പികളാണ്, ആ സ്ട്രിങ്സ് ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതോടുകൂടി ഗിറ്റാറിന്റെ സൗണ്ട് ബോർഡ് എന്ന് പറയുന്ന ആ എൻഡ് ഭാഗത്തുള്ള ഇച്ചിരി വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ അതിൻ്റെ ഉള്ളിലുള്ള വായു വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഏതൊക്കെയാണ് ശബ്ദ സ്രോതസ്, ഏതൊക്കെയാണ് കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗങ്ങൾ, അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ടേബിളിൽ തന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി ശബ്ദം അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട്? ഒന്ന് എന്ത് വേണം? ശബ്ദ സ്രോതസ് വേണം, അവിടെ നിന്നാണ് ശബ്ദം പുറപ്പെടുക. അടുത്തത് മാധ്യമം വേണം. എന്ന് പറഞ്ഞാൽ ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അത് സഞ്ചരിക്കാൻ ഒരു മീഡിയം, മാധ്യമം വേണം. മൂന്നാമത് വേണ്ടത് എന്താണ്? ശ്രവണേന്ദ്രിയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം ചെന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ എന്തും വേണം? ചെവി കൂടി വേണം. ഇങ്ങനെ 3 സാധനങ്ങളാണ് ശബ്ദം അനുഭവപ്പെടാൻ ആവശ്യമായ ഘടകങ്ങൾ. ഇനി ചന്ദ്രനിൽ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ്? ചന്ദ്രനില് അന്തരീക്ഷ വായു ഇല്ലാത്തത് കൊണ്ടാണ് ചന്ദ്രനില് ശബ്ദം കേൾക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈ ബഹിരാകാശ സഞ്ചാരികളൊക്കെ പരസ്പരം സംസാരിക്കാനായിട്ട് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ശൂന്യതയിൽ, സ്പേസിൽ, ഓക്കെ, വാക്വം എന്ന് പറയുന്ന അവസ്ഥയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് കഴിയില്ല. അവിടെ ഒരു മീഡിയം ഇല്ല. മീഡിയം എന്ത് സഞ്ചരിക്കാൻ ആവശ്യമാണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ വളരെ അത്യാവശ്യമാണ്. ലൈറ്റിന് മീഡിയം ആവശ്യമുണ്ടോ? പ്രകാശത്തിന് മീഡിയം ആവശ്യമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ.
പ്രകാശം സഞ്ചരിക്കുന്നതിന് മീഡിയം ആവശ്യമുണ്ടോ? ഉണ്ട്. പ്രകാശം സഞ്ചരിക്കുന്നതിന് മീഡിയം ആവശ്യമുണ്ട്. ഇവിടെ ഒരാളില്ല എന്ന് പറയുന്നു. ഉണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. ആ, നമ്മുടെ ഭൂമിക്ക് പുറത്ത് വായുവില്ല, അന്തരീക്ഷ വായു ഇല്ല. എന്നിട്ടും സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം എവിടെ എത്തുന്നുണ്ട്? ഭൂമിയിൽ എത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് മാധ്യമത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ പക്ഷെ എന്ത് വേണം? മാധ്യമം വേണം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ, നമ്മൾ തെറ്റിച്ച് വെക്കൂ കേട്ടോ. അടുത്ത നോക്കാം. ശ്രവണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. നമ്മൾ കേൾക്കുന്ന ശബ്ദം അല്പനേരത്തേക്ക് നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. മനുഷ്യന്റെ ചെവിയിൽ ഉള്ള ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ശബ്ദം 1/10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കും. ഇതിനെയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യരിൽ ശബ്ദം ഉണ്ടാവുന്നതിന് കാരണമായ ശരീരഭാഗം ഏതാണ്? സ്വനതന്തുക്കളാണ്, അതായത് ലാരിങ്സ് ആണ്. ഇനി ശബ്ദത്തിന് പ്രധാനമായിട്ടും 3 സവിശേഷതകളാണെന്ന് പറയാം. ഒന്നാമത്തെ ഉച്ചത, ലൗഡ്നെസ്. രണ്ടാമത്തത് സ്ഥായി, പിച്ച്. മൂന്നാമത്തത് ഗുണം, ക്വാളിറ്റി. ഈ 3 കാര്യങ്ങൾ എന്താണെന്നും ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ശബ്ദത്തിന്റെ 3 സവിശേഷതകളിലെ ആദ്യത്തെ സവിശേഷതയായ ഉച്ചത, ലൗഡ്നെസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലൗഡ്നെസ്. ചെവിയുടെ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന കമ്പനത്തിനെയാണ് തീവ്രത, അതായത് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ ഉച്ചത, ലൗഡ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെവിയുടെ ഡയഫ്രം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഡയഫ്രത്തിന് ഉണ്ടാകുന്ന വൈബ്രേഷൻ, കമ്പനത്തിനെയാണ് നമ്മൾ ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചത എന്ന് പറയുന്ന സാധനം എന്തിനെയായിരിക്കും ആശ്രയിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ചെവിയിലെത്തുന്ന സൗണ്ടിന്റെ കമ്പന ആയതി. ഓക്കെ, വൈബ്രേഷൻസിന്റെ ഇന്റൻസിറ്റി എന്തോലുണ്ട്. ഇനി ചെവിയുടെ ഗ്രാഹ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള കഴിവ് എന്തോരുണ്ട്. ഈ 2 കാര്യങ്ങളെയാണ് ഉച്ചത ആശ്രയിച്ചിരിക്കുന്നത്. ഇനി കമ്പനം ചെയ്യുന്നതിന്റെ ആയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ഉച്ചത കൂടുന്നു. അതേസമയം കമ്പനം ചെയ്യുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി കുറയുമ്പോൾ ഉച്ചത കുറയുന്നു. അപ്പൊ ആയതി എന്താണെന്ന് അറിയാമോ? ആയതി അറിയാവുന്നവരുണ്ടോ? ആയതി ആവൃത്തിയാണോ മിസ്? ആവൃത്തി, ഫ്രീക്വൻസി അല്ലേ? ആവൃത്തി അല്ല. ആയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വേവ് ലെങ്ത് ആണോ? അല്ല, ആയതി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുക ഇംഗ്ലീഷില്. ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്? ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ച് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം കേട്ടോ. ഇതാണ് ഒരു സൗണ്ട് വേവ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസ്. ഇവിടെ നിന്ന് ഇത്രയും ഹൈറ്റിലേക്ക് ഈ വേവ് ഉയർന്നിട്ടുണ്ട് അല്ലെ? ഈ ഹൈറ്റിനെയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ സെയിം ഹൈറ്റ് തന്നെ അത് താഴേക്ക് നീങ്ങിയിട്ടുണ്ടാവും. താഴേക്ക് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഇങ്ങനെ ഒരു വേവിന്റെ അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവോ ലൈറ്റ് വേവോ എന്തും ആയിക്കോട്ടെ, അതിന്റെ ഈ ബേസിൽ നിന്നുള്ള ഹൈറ്റ് എത്രത്തോളം ഉണ്ട്, ആ ഹൈറ്റിനെയാണ് നമ്മൾ ആയതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഹൈറ്റ് ഇടാ. അപ്പോ ബേസിൽ നിന്നും ഒരുപാട് വലുത്, ഇപ്പൊ ഇതിൽ നിന്നും ഇത്രയും വലിയൊരു സൗണ്ട് വേവ് വരാമെന്ന് വിചാരിക്കുക. ഇതിനെയാണ് ആയതി കൂടുക എന്ന് പറഞ്ഞത്. കണ്ടോ, സൗണ്ട് ഹൈറ്റ് കൂടിയത് കണ്ടോ? ഓക്കെ, ഇങ്ങനെ ഹൈറ്റ് കൂടുക അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനെയാണ് ആയതി കൂടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അറിയാത്തവര് കേട്ടോ. ഇനി കമ്പന ആയതി കൂടുമ്പോൾ ഉച്ചത കൂടുന്നു. ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ എന്തും കൂടും? ലൗഡ്നെസ്, ഉച്ചതയും കൂടും. ഇനി കമ്പന ആയതി, അതായത് ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉച്ചത, ലൗഡ്നെസ്സും കുറയുന്നു. ഇനി ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത അത് അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ, DB എന്നാണ് അത് എഴുതുക. അതിൽ D സ്മോൾ ലെറ്ററും B ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം. ഓക്കെ, ബെൽ എന്ന് പറയുന്നതിന്റെ ചെറിയ അളവാണ് ഡെസിബെൽ. ഓക്കെ, ബെൽ എന്ന് പറയുന്നത് വലിയ അളവാണ്, ഡെസിബൽ എന്ന് പറയുന്നത് ചെറിയ അളവാണ്. നമ്മൾ കിലോമീറ്റർ, മീറ്റർ എന്ന് പറയുന്ന പോലെ. ഓക്കെ,
കിലോമീറ്റർ പോലെ വലിയ അളവാണ് ബെൽ എന്ന് പറയുന്നത്. മീറ്റർ പോലെ ചെറിയ അളവാണ് ഡെസിബൽ എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ തീവ്രത, അതായത് ഈ ഉച്ചതയുടെ അളവിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റിനെയാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഈ ഡെസിബൽ, ഈ ബെൽ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ബഹുമാനാർത്ഥമാണ്. ഓക്കെ, ആ ബഹുമാനാർത്ഥാണ് ഡെസിബൽ എന്ന പേര് എന്തിനു നൽകിയത്? ഈ യൂണിറ്റിന് നൽകിയത്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഇഫക്റ്റ് കണ്ടെത്തിയത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ശബ്ദത്തിന്റെ തീവ്രത, ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണേ. ഏതൊക്കെയാണ് നോക്കാം. ഓഡിയോമീറ്റർ, ഡെസിബൽ മീറ്റർ, ഈ രണ്ട് എക്യുപ്മെന്റ്സ് ആണ്, ഈ രണ്ട് ഉപകരണങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ശബ്ദപരിധി വ്യത്യാസമുണ്ട്. നോക്കിയേ, അതും പകൽ സമയത്ത് വ്യത്യാസമുണ്ട്, രാത്രി സമയങ്ങളിൽ വ്യത്യാസമുണ്ട്. വാണിജ്യ മേഖലയിലാണെങ്കിൽ 65 ഡെസിബൽ മുതൽ 55 ഡെസിബൽ വരെ സൗണ്ട് ഉപയോഗിക്കാം. വ്യാപാര മേഖലയിലാണെങ്കിൽ 75 ഡെസിബൽ മുതൽ 70 ഡെസിബൽ വരെ സൗണ്ട് ഉപയോഗിക്കാം. ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലോ അവിടെ 55 മുതൽ 45 വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഹോസ്പിറ്റൽസ് പോലെയുള്ള ചില നിശബ്ദ മേഖലകളുണ്ട്. അങ്ങനെയുള്ള നിശബ്ദ മേഖലകളിൽ സൗണ്ട് ഉപയോഗിക്കുമ്പോൾ 50 ഡെസിബൽ തുടങ്ങി 40 ഡെസിബൽ വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊരു സൗണ്ടിന്റെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ശബ്ദ മലിനീകരണത്തിന് കാരണമാവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഇനി ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദ പരിധിയാണ് 50 ഡെസിബൽ എന്ന് പറയുന്നത്. ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദ പരിധിയാണ് 50 ഡെസിബൽ. ഈ ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. അവിടെ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കുന്നത്? ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റും ഈ ഒരു ഉച്ചത എന്ന് പറയുന്ന കാര്യമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി കേൾവിക്കാരന്റെയോ ശബ്ദ സ്രോതസ്സിന്റെയോ ആപേക്ഷിക ചലന നിമിത്തം ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇത് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഡോപ്ലർ ആണ്. ഞാൻ തൊട്ടു മുമ്പ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടെത്തിയത് ഗ്രഹാം ബെൽ എന്ന് പറഞ്ഞു അല്ലേ? അത് തെറ്റാണ് കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റുപറ്റിയതാണ്, ഒന്ന് ശ്രദ്ധിച്ചോളെ. ഓക്കെ, ഡോപ്ലർ ഇഫക്റ്റ് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് കണ്ടെത്തിയത്. ഇനി എന്താണ് ഡോപ്ലർ ഇഫക്റ്റ്? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. സാധാരണഗതിയിൽ നമ്മള് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ, ഇതിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാനാണ്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ദൂരെ നിന്ന് ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കാണ്. അപ്പൊ ഇതാണ് ട്രെയിൻ. ട്രെയിൻ ദൂരെ എത്തുമ്പോൾ ഞാൻ കേൾക്കുന്ന സൗണ്ട് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ? ഇനി ട്രെയിൻ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരണനുസരിച്ച് ഞാൻ കേൾക്കുന്ന സൗണ്ട് കൂടി വരും, ശരിയല്ലേ? അപ്പോ ഞാൻ നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ്, ട്രെയിൻ എന്ത് ചെയ്യാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശബ്ദ സ്രോതസ് ചലിക്കുന്നു, കേൾവിക്കാരൻ നിശ്ചലമായി നിൽക്കുന്നു. അപ്പൊ ദൂരെ ആയിരിക്കുമ്പോൾ ശബ്ദം കുറവാണ്, ആ ശബ്ദ സ്രോതസ് അടുത്തടുത്ത് വരുന്നതനുസരിച്ച് സൗണ്ട് എന്ത് ചെയ്യും? കൂടി വരും. ശരിയാണല്ലോ? ഇങ്ങനൊരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്, അത് തന്നെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സൗണ്ട് സോഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മള് അമ്പലത്തിലേക്കൊക്കെ പോവാണ് വിചാരിക്കുക, ഒരു ഗാനമേളയ്ക്ക് പോവാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയതായിട്ട് സൗണ്ട് കേൾക്കുള്ളൂ. അമ്പലത്തിലൊരു പാട്ട് വെച്ചിട്ടുണ്ട്, ഗാനമേള നടക്കുന്നതിന്റെ ചെറിയ പാട്ട് കേൾക്കാം. നമ്മൾ നടന്ന് എവിടെ എത്താണ്? അമ്പലപ്പറമ്പിൽ എത്തുമ്പോഴേക്കും സൗണ്ട് നന്നായിട്ട് നമ്മൾ കേൾക്കും അല്ലെ? അപ്പൊ കേൾവിക്കാരൻ ശബ്ദ സ്രോതസ്സിനടുത്തേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോഴും എന്ത് വരും? സൗണ്ടിന്റെ ആവൃത്തിയിൽ വ്യത്യാസം വരും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ഒന്നുകിൽ കേൾവിക്കാരൻ അല്ലെങ്കിൽ ശബ്ദ സ്രോതസ്, ഇവരുടെ ചലനം മൂലം ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്ന പ്രതിഭാസത്തെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടുപേരും ഒരുപോലെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതേ ഡോപ്ലർ ഇഫക്റ്റ് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ക്ലിയർ ആണ് പറഞ്ഞത് എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന്? അപ്പോ ഒന്നുകിൽ കേൾവിക്കാരന്റെ അല്ലെങ്കിൽ
ശബ്ദ സ്രോതസ്സിന്റെ ആപേക്ഷിക ചലനം മൂലം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയ ആളാണ് ക്രിസ്ത്യൻ ഡോപ്ലർ. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അന്തർവാഹിനി, വിമാനം ഇവയുടെയൊക്കെ വേഗത മനസ്സിലാക്കുന്നതിനായിട്ട് ശബ്ദത്തിന്റെ ഈ ഒരു പ്രതിഭാസം ഡോപ്ലർ ഇഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത അളക്കാനായിട്ട് ഡോപ്ലർ ഇഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ശബ്ദ സ്രോതസ് ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരാണ്, ശബ്ദത്തിന്റെ ആവൃത്തി കൂടുന്നു. ഇനി അതേസമയം ശ്രോതാവിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ശബ്ദത്തിന്റെ ആവൃത്തി കുറയുന്നു. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ സൗണ്ട് കൂടുതലായിട്ട് നമ്മൾ കേൾക്കും, ട്രെയിൻ ദൂരെ പോകുമ്പോൾ സൗണ്ട് കുറവായിട്ട് കേൾക്കും. ഇത്രേ ഉള്ളൂ. ശബ്ദ സ്രോതസ് കേൾക്കുന്ന ആള് ശ്രോതാവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആവൃത്തി കൂടുന്നു, ശബ്ദ സ്രോതസ് അകലുമ്പോൾ ആവൃത്തിയും കുറയുന്നു. ഓക്കെ, ഇനി ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് അങ്ങനെ ഒരു വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളതൊന്ന് വായിച്ച എല്ലാവരും. ഇതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും ഇതുവരെയുള്ള സെക്ഷൻസ് ഒന്ന് വായിക്കുക. ഡോപ്ലർ ഇഫക്റ്റ് ഒക്കെ മനസ്സിലായോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. 2 മിനിറ്റ് സമയം തരാം, എല്ലാവരും വായിക്കാം. എല്ലാരും വായിച്ചില്ലേ? അടുത്തതേക്ക് കിടക്കാലോ. ക്ലിയർ അല്ലേ? ഇവിടെ കുറച്ച് ശബ്ദവും അതിന്റെ തീവ്രതകളും തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ സൗണ്ടിൽ കേൾക്കില്ലേ, നമ്മൾ ഇങ്ങനെ രഹസ്യം പറയുമ്പോഴൊക്കെ കേൾക്കുന്ന അത്രയും കുറഞ്ഞ സൗണ്ട് ഏകദേശം ഒരു 10 ഡെസിബിളാണ്. നമ്മൾ ശ്വാസം എടുക്കുന്ന സൗണ്ടൊക്കെ 10 ഡെസിബിളാണ്. അങ്ങനെ
കുറച്ച് സൗണ്ടുകൾ അതിന്റെ ഏകദേശം അളവ് എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതില് കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? 120 ഡെസിബലിന് മുകളിലാണ്. ഈ തോക്കിൽ നിന്നൊരു വെടിയുണ്ടൊക്കെ പായുമ്പോൾ 120 ഡെസിബൽ സൗണ്ട് വരുന്നുണ്ട്. റോക്കറ്റ് കുതിച്ചു വരുമ്പോൾ 170 ഡെസിബൽ ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസിന് അടുത്തൊന്നും ആൾക്കാർ നിൽക്കാത്തത്, അല്ലെങ്കിൽ താമസമൊന്നും ആ പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല, കാരണം സൗണ്ട് ഭയങ്കര ഹൈ ആയിരുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ക്വാളിറ്റി ആയിട്ടുള്ള ലൗഡ്നെസ്, ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തേക്ക് കിടക്കാലോ. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് സ്ഥായി അഥവാ പിച്ച്. ശബ്ദത്തിന്റെ കൂർമ്മതേനെയാണ് നമ്മൾ പിച്ച് അല്ലെങ്കിൽ സ്ഥായി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രമമായ കമ്പനത്തോടെ, ക്രമമായ വൈബ്രേഷൻസ്, അതിലൂടെ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സംഗീതം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ക്രമമല്ലാത്ത കമ്പനം വഴി അരോചകവും അതുപോലെ തന്നെ നമുക്ക് ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ശബ്ദത്തിനെയാണ് നമ്മൾ ഒച്ച എന്ന് പറയാം. അപ്പൊ ഒച്ചയും സംഗീതവും രണ്ടാണ് കേട്ടോ. സംഗീതത്തില് സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് ശ്രുതി. അപ്പൊ സംഗീതത്തിലുള്ള സപ്തസ്വരങ്ങളും അവയുടെ ആവൃത്തിയും ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഈ സ്ഥായി എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയുന്ന പദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാസ് കൂട്ടുക, ബാസ് കുറയ്ക്കുക എന്നൊക്കെ പറയും. താഴ്ന്ന ശ്രുതിയിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടത്തിനെയാണ് ബാസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അല്ലെങ്കിൽ പിച്ച്, ലോ പിച്ചുള്ള സൗണ്ടിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ബാസ് എന്ന് പറയുന്നത്. ഇനി ഹൈ പിച്ച്, ഉച്ചസ്ഥായിയിലുള്ള ശബ്ദതരങ്ങളുടെ കൂട്ടത്തിനെയാണ് ട്രബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ബാസും ട്രബിളും രണ്ട് ഓപ്പോസിറ്റ് വാക്കുകളാണ്. താഴ്ന്ന സ്ഥായിയിലുള്ളതിന് അല്ലെങ്കിൽ താഴ്ന്ന പിച്ചിലുള്ളതിനെ ബാസ് എന്ന് വിളിക്കും. ഉയർന്ന ശ്രുതിയിലുള്ള ഈ ഹൈ പിച്ചിലുള്ളതിനെ നമ്മൾ ട്രബിൾ എന്നാണ് വിളിക്കുക. ഇനി ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് വസ്തുക്കൾ ഒരേ സമയം വൈബ്രേറ്റ് ചെയ്യാതിരിക്കാം. അപ്പോ അവരുടെ വൈബ്രേഷൻസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ പറയുന്ന പേരാണ് ബീറ്റുകൾ. ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരും, നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരേ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉള്ള രണ്ട് വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ആവൃത്തികളിൽ അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന സൗണ്ടിൽ ചെറിയ ചെറിയ ഒന്നുകിൽ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. ആ ഒരു അവസ്ഥേനെ, ആ ഒരു ഏറ്റക്കുറച്ചിലിനെയാണ് ബീറ്റ് എന്ന് പറയുന്നത്. ഇനി ശബ്ദത്തിന്റെ കൂർമ്മത, പിച്ച് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ്? ആവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മതയും അല്ലെങ്കിൽ പിച്ചും കൂടുന്നു. സാധാരണ സ്ത്രീകളുടെ ശബ്ദം, കുട്ടികളുടെ ശബ്ദം, കുയിലിന്റെ ശബ്ദം, ഇതിനൊക്കെ കൂർമ്മത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്, പിച്ച് കൂടുതലാണ്. ഓക്കെ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ട് നോക്കിയേ. പുരുഷ ശബ്ദം, സ്ത്രീ ശബ്ദം, ഇതില് പിച്ച് കൂടിയത് ഏതാണ്? സ്ത്രീ ശബ്ദത്തിനാണ്. പിച്ച് കുറഞ്ഞത് പുരുഷ ശബ്ദത്തിനാണ്. ഈ കുയിലിന്റെ ശബ്ദം, സിംഹത്തിന്റെ അലറൽ, ഇതില് പിച്ച് കൂടിയത് ഏതാണ്? കുയിലിന്റെ ശബ്ദമാണ്. സ്ഥായി കുറഞ്ഞത് അല്ലെങ്കിൽ പിച്ച് കുറഞ്ഞത് ഏതാണ്? സിംഹത്തിന്റെ അലറലാണ്. അപ്പൊ നമ്മൾ സ്ഥായി എന്ന് പറയുന്ന ഹൈ പിച്ച്, ലോ പിച്ച് എന്നിങ്ങനെയാണ് സ്ഥായികൾ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബോർഡിൽ നമ്മൾ ചോക്ക് കൊണ്ടൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ കൊണ്ടുവരഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കാറില്ലേ? അങ്ങനത്തെ കുത്തിക്കയറുന്ന തരത്തിലുള്ള സൗണ്ടുകൾ, വിസിലിന്റെ സൗണ്ടുകൾ, ഇതൊക്കെ ഉച്ചസ്ഥായിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി പട്ടി മുരളുന്നത്, ഇടിനാദം, ഇങ്ങനെയുള്ള വലിയ വലിയ സൗണ്ടുകൾ, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലോ പിച്ച് സൗണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇപ്പൊ പിച്ച് അല്ലെങ്കിൽ സ്ഥായി എന്ന് പറയുന്നതിന്റെ ഉദാഹരണങ്ങളും അത് ഏതൊക്കെ ടൈപ്പും ഉണ്ടെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ക്വാളിറ്റിയാണ്, ഗുണം. ഒരേ സ്ഥായിയും ഒരേ ഉച്ചതയും ഉള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയുന്ന ഒരു ക്വാളിറ്റിയാണ് ഗുണം എന്ന് പറയുന്നത്. അതായത് ഒരേ പിച്ചാണ്, ഒരേ ലൗഡ്നെസ് ആണ്, പക്ഷെ രണ്ട് സൗണ്ട് രണ്ടാണ്. അങ്ങനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്വാളിറ്റിയാണ് ഗുണം. ഓക്കെ, അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് സംഗീത ഉപകരണങ്ങൾ തമ്മിലോ ഉള്ള ശബ്ദം തിരിച്ചറിയാനായിട്ട് ഉപകരിക്കുന്നത്
ഏതായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞ ഈ ഗുണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. രണ്ടു പേർക്ക്, രണ്ട് സ്ത്രീകൾക്ക് ഒരേ പിച്ച് ആയിരിക്കും, പക്ഷെ അവർ രണ്ടുപേരും സൗണ്ട് രണ്ടാണ്. അല്ലെങ്കിൽ ഒരേപോലെയുള്ള രണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പക്ഷെ അവർ രണ്ടിന്റെയും സൗണ്ട് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതാണ് ക്വാളിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ് ഫ്രീക്വൻസി? നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ വൈബ്രേഷൻസിന്റെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. പിന്നെ ഇക്വേഷൻ എന്തായിരിക്കും വരെ ആവൃത്തിയുടെ? ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം. ഓക്കെ, ടോട്ടൽ കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം. അപ്പോൾ നമ്പർ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. എച്ച് സെഡ് എന്നാണ് ഹെഡ്സിന് നമ്മൾ എഴുതാം. എച്ച് സെഡ് ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. ഇനി 1 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹെഡ്സ് ആണ്? 1 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹെഡ്സ് ആണ്? 1000 ഹെഡ്സിനെയാണ് 1 കിലോ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും എന്തും കൂടും? ശബ്ദവും കൂടും. ഇനി നമ്മൾ പെൻഡുലത്തിന്റെ ഒക്കെ കേസിൽ ആവൃത്തി പറയാറുണ്ട്. ഒരു പെൻഡുലം ഇങ്ങനെ ആടുകയാണ്. ഓക്കെ, അങ്ങനെ ആടുമ്പോൾ നമ്മൾ അതിന്റെ ആവൃത്തി പറയും. എങ്ങനെ ആവൃത്തി പറയാ? എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം. ഇപ്പൊ പെൻഡുലത്തിന്റെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ടൈം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് എന്താ ചെയ്താൽ മതി? പെൻഡുലത്തിന്റെ ലെങ്ത് കുറച്ചാൽ മതി, നീളം കുറച്ചാൽ മതി. ഓക്കെ, എന്താ പെൻഡുലം എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? പെൻഡുലം എന്താണ്? പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഉള്ള ഒരു റോപ്പിന്റെ അടിയിൽ ഒരു അതെ. ബോളായിട്ട് നമ്മൾ ദോലനം അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് വരിക. കറക്റ്റ് ആണ്. അപ്പൊ കണ്ടിട്ടുണ്ട്. നോക്കൂ, ഒരു നീളത്തില് ഒരു വള്ളി അല്ലെങ്കിൽ നമ്മളൊരു ചരട് കെട്ടിട്ടേക്കാണ്. അതിന്റെ തുമ്പത്ത് മാസമുള്ള ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കും. പിന്നെ നമ്മളിങ്ങനെ ടൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആട്ടാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്വിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസീവ് ബോള് ടൈഡ് ഓൺ എ സ്ട്രിങ്, അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? പെൻഡുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആവൃത്തി കുറഞ്ഞു. ഓക്കെ, പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഇനി സിമ്പിൾ പെൻഡുലത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട സാധനം, അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അതിനെന്ത് സൗണ്ട് ഉണ്ടാവും അല്ലെ? എന്തുകൊണ്ടാണ് സൗണ്ട് കേൾക്കാൻ പറ്റാത്തത്? അതിന്റെ ഫ്രീക്വൻസി, ആവൃത്തി കുറവായതുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇനി അതേസമയം നമ്മുടെ അടുത്ത കൂടെ ഒരു കൊതുകോ തേനീച്ചയോ ഒക്കെ പറക്കുമ്പോൾ നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാം. എന്തുകൊണ്ടാണ്? അതിന്റെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്. നോക്കി, കൊതുകിന്റെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 500 ഹെഡ്സ് ആണ്. ഈ 500 ഹെഡ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 500 ഹെഡ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു സെക്കൻഡില് ആണ് 500 തവണ ചിറകടിക്കുന്നത്. ഒരു സെക്കൻഡില് 500 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചിറകടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 500 ഹെഡ്സ് എന്നുള്ള വാല്യൂ വരുന്നത്. അത്രയും തവണ ചിറകടി ഉള്ളത് കൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി തേനീച്ചകളുടെ ചിറകുകളുടെ കമ്പനം, അതിന്റെ ആവൃത്തി എത്രയാന്ന് നോക്കിയേ? 300 ഹെഡ്സ് ആണ്. അപ്പൊ ഒരു സെക്കൻഡിൽ 300 തവണയാണ് അവര് എന്ത് ചെയ്യുന്നത്? ചിറകടിക്കുന്നത്. ഇനി നേർധാര വൈദ്യുതിയുടെ ഡയറക്റ്റ് കറന്റ് അല്ലെങ്കിൽ നമ്മൾ DC എന്നൊക്കെ പറയും. ആ DC കറന്റിന്റെ ആവൃത്തി എന്ന് പറയുന്നത് എത്രയാണ്? 0 ഹെഡ്സ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കണം കേട്ടോ. ഇനി മനുഷ്യന്റെ ശ്രവണ പരിധി. നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റില്ല, ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതിന് അല്ലെ? മനുഷ്യന്റെ കേൾവിയുടെ ലിമിറ്റിനെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് തുടങ്ങി 20 കിലോ ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സ് തുടങ്ങി 20 കിലോ ഹെഡ്സ് വരെ. അല്ലെങ്കിൽ ഇതിനെങ്ങനെ പറയാം? 20 ഹെഡ്സ് തുടങ്ങി 20,000 ഹെഡ്സ് വരെ എന്ന് പറയാം. ഓക്കെ, 20 ഹെഡ്സ് തുടങ്ങി 20,000 ഹെഡ്സ് വരെ. ഇനി മനുഷ്യന്റെ ശ്രവണ പരിധി അല്ലെങ്കിൽ ഓഡിബിലിറ്റി റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു എണ്ണാണ്. ഇനി ഇതല്ലാതെ
മറ്റ് മത്സ്യങ്ങളുടെ അല്ലെങ്കിൽ ആനയുടെ ഇവരുടെയൊക്കെ ഏകദേശം അവരുടെ സൗണ്ടിന്റെ ആവൃത്തി നമുക്ക് നോക്കാം. ആനയുടെ കുറഞ്ഞ ആവൃത്തി 16 കൂടിയത് 12,000 സ്വർണ്ണ മത്സ്യത്തിന്റെ 20 ഇവിടെ 3000 കേട്ടോ, 3000. പശുവിന്റെ കുറഞ്ഞ ആവൃത്തി 23 കൂടിയ ആവൃത്തി 35,000 വലിയ അമറിലൊക്കെ ആണെങ്കിൽ സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് കേൾക്കാം അല്ലെ, 35,000. പൂച്ചയുടെ നോക്കൂ, 45 കുറഞ്ഞത്, കൂടിയത് 64,000. അങ്ങനെ പല ജീവികളുടെ തന്നിട്ടുണ്ട്. ഇനി ഓരോ ജീവി മാറണനുസരിച്ച് അവരുടെ ആവൃത്തിയും ചെറിയ ചെറിയ വ്യത്യാസം വരും, ശരിയല്ലേ? അപ്പൊ ഇവിടെ കോഴിയുടെ സൗണ്ടും എലിയുടെ സൗണ്ടും രണ്ടാണ് കണ്ടോ. അപ്പൊ ഇവരിലൊക്കെ ഈ സൗണ്ടിൽ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്തായിരിക്കും? ഇവരുടെ ആവൃത്തിയിലുള്ള വ്യത്യാസമാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ആവൃത്തി കുറയുന്നത് കൂടുന്നതൊക്കെ അനുസരിച്ചാണ് ഓരോരുത്തരുടെ സൗണ്ടും ഡിഫറെന്റ് ആയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടേമാണ് റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം. ഓക്കെ, സാധാരണഗതിയിൽ ഒരു വസ്തുവിനെ നമ്മൾ സ്വതന്ത്രമായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിടാൻ കഴിയും. ഇപ്പൊ ട്യൂണിംഗ് ഫോർക്ക് എടുത്തു, ആ ട്യൂണിംഗ് ഫോർക്ക് നമ്മളൊന്ന് ഹിറ്റ് ചെയ്തിട്ട് നമ്മളതിനെ വെറുതെ വെച്ചേക്കാണ്. അത്രയും ഫ്രീ ആയിട്ട് അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു കമ്പനം ചെയ്യുന്ന അതിന്റെ ആവൃത്തിനെ പറയുന്ന പേരാണ് സ്വാഭാവിക ആവൃത്തി. ഓക്കെ, ഒരു വസ്തു സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുമ്പോൾ അതിന്റെ ആവൃത്തിനെ പറയുന്ന പേരാണ് സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിക്ക് മാറ്റം ഉണ്ടാവില്ല. അതേസമയം അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുത്തി കഴിഞ്ഞാൽ അതിന് എന്ത് മാറ്റം ഉണ്ടാവും? സ്വാഭാവിക ആവൃത്തി മാറാം. ഇനി വസ്തുക്കൾ തമ്മിൽ അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്തായിരിക്കും? വസ്തുക്കളുടെ സ്വാഭാവിക ആവൃത്തിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രം രണ്ടും കൂടി കൂട്ടിയിടിക്കുകയാണ്, അതിന്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. അതേസമയം 2 ഇരുമ്പ് പീസ് തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്, അതിന്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ വസ്തു മാറണനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വസ്തുക്കളുടെയും കമ്പനം ചെയ്യുന്നത് മാറണനുസരിച്ച് അവരുടെ സൗണ്ടും വ്യത്യാസപ്പെടാൻ കാരണം എന്തായിരിക്കും? വസ്തുക്കളുടെ സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് ആണ്. ഇനി ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ ഒരു പദാർത്ഥത്തിന്റെ നേച്ചർ ആവാം, പദാർത്ഥത്തിന്റെ സ്വഭാവമാകാം, അതിങ്ങനെ വലിയുമോ, അല്ലെങ്കിൽ അതിന്റെ നീളം, അല്ലെങ്കിൽ അതിന്റെ ഏരിയ, പ്രതല പരിപ്പളവ് എന്തോരുണ്ട്, ഛേദതല വിസ്തീർണം എന്തോരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ സ്വാഭാവിക ആവൃത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യാന്നിരിക്കാം, അതേ ഫ്രീക്വൻസി തന്നെ വൈബ്രേറ്റ് ചെയ്യാന്നിരിക്കാം. അതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പ്രണോദിത കമ്പനത്തിന് ഒരു എക്സാമ്പിൾ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് കേട്ടാ, മറക്കരുത്. അറിയാവുന്നവരത് കമന്റ് ചെയ്തേ. ആർക്കും അറിയില്ല? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എക്സാമ്പിൾ ആരോ ഒരാൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. സ്പ്രിംഗ് ആക്ഷൻ. നമ്മള് ഈ പ്രസ് ചെയ്യുമ്പോ ഇങ്ങനെ പൊങ്ങി വരുന്ന പേനകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇല്ലേ? അത് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ റബ്ബർ ബാൻഡില് അത് നമ്മളിങ്ങനെ ടൈ ചെയ്ത് വെക്കുന്ന അനുസരിച്ചായിരിക്കും, ടൈ ചെയ്ത് വെക്കുന്ന അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഗിറ്റാർ കണ്ടിട്ടില്ലേ? ഗിറ്റാറില്
നമ്മൾ അതിന്റെ ഒരു സ്ട്രിങ് നമ്മളിങ്ങനെ നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ട്രിങ്ങും അതേ ഫ്രീക്വൻസി തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ എവിടെ ഉദ്ദേശിക്കുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾസ് ഉണ്ട്. വേറെ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന എക്സാമ്പിൾ, പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ ഗിറ്റാറിന്റെ എക്സാമ്പിൾ. ഇനി പെൻഡുലത്തിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ആയിട്ട് കാണിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ 3 പെൻഡുലങ്ങൾ കെട്ടിയിട്ടേക്കാണ്, 3 പെൻഡുലങ്ങൾ ഇതുപോലെ കെട്ടിയിട്ടേക്കാണ്. ഓക്കെ, നമ്മൾ ഇതിനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു, ഇതിനെയും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു, നടുക്കത്തേനെ നമ്മൾ തൊട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നടുക്ക് കിടക്കുന്ന ഈ ബോളും കൂടി ഇതേ ഡയറക്ഷനിൽ ഇതേ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യണം. ഇതും എന്ത് തന്നെയാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. തൊട്ടടുത്തുള്ള രണ്ടെണ്ണത്തിന്റെ ആവൃത്തി, അതേ ആവൃത്തി തന്നെയാണ് ഇതിനുണ്ടാവുക. ഓക്കെ, ഇത് ഇങ്ങനെ സയൻസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഇതും എന്തിന് എക്സാമ്പിൾ ആണ്, ഇതുപോലുള്ളൊരു ഫോഴ്സ്ഡ് വൈബ്രേഷന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് പറഞ്ഞത്, കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം. മലയാളം വാക്കുകൾ പഠിക്കണം കേട്ടോ, പ്രണോദിത കമ്പനം. ഇനി കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദ കമ്പനത്തിന് വിധേയമാകുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ അവയ്ക്കിടയിൽ സംഭവിക്കുന്ന ഒരു വലിയ ശബ്ദത്തിനെയാണ് നമ്മൾ റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്യൂണിംഗ് ഫോർക്ക് എന്ന് വിചാരിക്കാം. ഇതാണ് രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, ആദ്യത്തെ ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് വൈബ്രേറ്റ് ചെയ്തു. ഇതേ വൈബ്രേഷൻ തന്നെയാണ് ഇയാൾക്കുള്ളത്. രണ്ടുപേരും 20 ഹെഡ്സ് ആണ് കേട്ടോ ഫ്രീക്വൻസി, 20 ഹെഡ്സിന്റെ ഫ്രീക്വൻസി. ഇയാളും വൈബ്രേറ്റ് ചെയ്തു, ഇയാളും വൈബ്രേറ്റ് ചെയ്തു, രണ്ടുപേർക്കും സെയിം ഫ്രീക്വൻസിയാണ് അല്ലെ. ഇങ്ങനെ ഒരേ ഫ്രീക്വൻസി വരുമ്പോൾ ഇവരുടെ സൗണ്ട് കൂടിക്കലർന്ന് ഒരു വലിയ സൗണ്ട് ആയിട്ട് നമ്മൾ പുറത്തേക്ക് കേൾക്കും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് കമ്പനം ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ വസ്തു, ഇതിന്റെ സ്വാഭാവിക ആവൃത്തി. രണ്ടാമത്തെ ആൾ ഏതാണ്, ഇയാള് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനത്തിന് വിധേയമായ ആളാണ്. ഇയാളുടെ ആവൃത്തിയും രണ്ടും തുല്യമായിട്ട് വരുമ്പോഴാണ് എന്ത് നടക്കുക, അനുനാദം കേൾക്കുക. ഈ അനുനാദം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് സ്ഥലം ഏതാണെന്നറിയോ, നമ്മള് മൈക്കിൽ കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടും സ്പീക്കറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൗണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ നമുക്ക് വലിയൊരു സൗണ്ട് കേൾക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഓഡിയോ ഒന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടും. കണ്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യണത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ അനുനാദം എന്ന് പറയുന്ന ഫിനോമിനൻ ആണ് അതിന്റെയും കാരണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും ഇനി പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും ഇത് രണ്ടും തുല്യമാകുമ്പോൾ ഒരു വലിയ ശബ്ദമായിട്ട് പുറത്തേക്ക് കേൾക്കും, സ്പീക്കറിലൊക്കെ കേൾക്കുന്ന പോലെ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിനന് എക്സാമ്പിൾ ആണ്. ഇനി പ്രണോദിത കമ്പനത്തിന് വിധേയമായ വസ്തുവിന്റെ അതിന്റെ പരമാവധി ആയതിൽ കമ്പനം ചെയ്യുന്നത് അനുനാദത്തിലായിരിക്കുമ്പോഴാണ്. ഓക്കെ, മാക്സിമം വൈബ്രേഷൻ നടക്കുക എപ്പോഴാണ്? അനുനാദത്തിലാണ്. ഇനി ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിൽ ദോലനം ചെയ്യാനുള്ള കാരണമാണ് അനുനാദം. ഓക്കെ, ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിൽ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ഒരേ ആംപ്ലിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാരണം അനുനാദമാണ്. ഇനി ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ ജനൽ കമ്പികൾ വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. അത് വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ അനുനാദമാണ്. ഈ തൂക്കുപാലത്തിൽ കൂടെ പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോവാറില്ല. കാരണം എന്താ? ഇവര് ചവിട്ടുമ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷനും ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോൾ തൂക്കുപാലം ആടുമല്ലോ, ആ ആട്ടവും രണ്ടും ഒരേ സ്വാഭാവിക ആവൃത്തിയും ഇവർ നടക്കുന്ന ആവൃത്തിയും കൂടി മാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പാലം എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും, അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാലങ്ങളിലൊന്നും പട്ടാളക്കാർ മാർച്ച് ചെയ്യാറില്ല.
അതിന് കാരണമാണ് അനുനാദം എന്ന് പറയുന്നത്. ഇനി ട്യൂണിംഗ് ഫോർക്കിന്റെ സ്വാഭാവിക ആവൃത്തിയും വായുരൂപത്തിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ ഇവ രണ്ടും അനുനാദത്തിനാണെന്ന് പറയാം. ട്യൂണിംഗ് ഫോർക്ക് കണ്ടുപിടിച്ചത് ജോൺ ഷെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഈ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് റെസൊനേറ്റിംഗ് കോളം എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് +2 സയൻസ് പഠിച്ചവർക്ക് അറിയാം. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ റെസൊനേറ്റിംഗ് കോളം ഐഡന്റിഫൈ ചെയ്യലാണ് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമുക്കൊരു എയർ കോളം ഉണ്ടായിരുന്നു. ആ എയർ കോളത്തിന്റെ വൈബ്രേഷനും നമ്മൾ എടുക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷനും ഒരേ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ നമ്മൾ വലിയ ഒച്ച കേൾക്കും. ഓക്കെ, ആ വലിയ ഒച്ച കേൾക്കുന്നതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. റെസൊണൻസിന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇതുവരെയുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 മിനിറ്റ് സമയം കേട്ടോ. എല്ലാരും വായിച്ചു നോക്കിയില്ലേ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എക്കോ, പ്രതിധ്വനി. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ മലമുകളിലൊക്കെ കയറി ചെന്നിട്ട് ഉറക്കെ പേരൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര സെക്കൻഡ് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ സൗണ്ട് തിരിച്ചു വരുന്നതായിട്ട് കേൾക്കും. ആ ഒരു പ്രതിഭാസത്തെയാണ് എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഈ പ്രതിധ്വനി ഉണ്ടാവാനുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. ഇത് തന്നെ അന്തരീക്ഷ ഊഷ്മാവ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ദൂരത്തിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. എങ്കിലും ഒരു
മിനിമം ഡിസ്റ്റൻസ് പറയുന്നത് 17 മീറ്റർ ആണ്. ഈ സിനിമ തിയേറ്ററിലൊക്കെ ഈ ചുമരുകളൊക്കെ പരുക്കനാക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു എക്കോ, പ്രതിധ്വനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേസമയം കെട്ടിടങ്ങൾക്കുള്ളിൽ നമ്മൾ എം ടി ആയ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എക്കോ പോലെ നമ്മൾ തിരിച്ചു കേൾക്കും. അപ്പൊ അങ്ങനെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയുണ്ട്. അതിനെ പറയുന്ന പേരാണ് അക്കോസ്റ്റിക്സ്. അക്കോസ്റ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഏതാനും ശബ്ദവും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും പഠിക്കാം. ഓക്കെ, പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം പ്രേഷണം ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഫോട്ടോഫോൺ. പ്രകാശം ഉപയോഗിച്ച് സൗണ്ട് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രേഷണം ചെയ്യുന്നു. ഈ ശബ്ദത്തിന്റെ പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ. അതുപയോഗിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 1-2 എക്യുപ്മെന്റ്സ് ആണ് മെഗാഫോണും സ്റ്റെതസ്കോപ്പും. സ്റ്റെതസ്കോപ്പ് എന്താണെന്നറിയാലോ? ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അവിടെ ഹാർട്ട് ബീറ്റിന്റെ ആ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ഇനി ജലാന്തർഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഹൈഡ്രോ എന്ന് വെച്ചാൽ വെള്ളമാണ്. വെള്ളത്തിനകത്തെ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് ഹൈഡ്രോഫോൺ. ഇനി കേൾവിക്കുറവുള്ളവർക്ക് ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ. കേൾവിക്കുറവുള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ് ഓഡിയോ ഫോൺ. റെക്കോർഡ് ചെയ്ത സൗണ്ട് വീണ്ടും പുനഃപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. ഫോണോഗ്രാഫ്. ശബ്ദങ്ങളെ വൈദ്യുത ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റും. എന്നിട്ട് അത് അവിടേക്ക് എത്തിക്കും, നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് എത്തിക്കും. ലൗഡ് സ്പീക്കറിൽ വെച്ച് ഈ ഇലക്ട്രിക് സിഗ്നൽസ് തിരിച്ചെന്താകും? എന്താവും? സൗണ്ട് ആവും. അങ്ങനെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോഫോൺ, മൈക്ക് എന്താണ് ചെയ്യുന്നത്? ശബ്ദ തരംഗങ്ങളെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്, അതായത് വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റും. ഇനി ജലാശയങ്ങളുടെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. ജലാശയങ്ങളുടെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. ഇനി നമുക്ക് സൗണ്ടും സൗണ്ടിന്റെ കുറച്ച് യൂണിറ്റുകളാണ് അറിയുന്നത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മാക് നമ്പർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗവും ആ മാധ്യമത്തിലെ ശബ്ദത്തിന്റെ വേഗതയും തമ്മിലുള്ള അനുപാതത്തിനെയാണ് മാക് നമ്പർ എന്ന് പറയുന്നത്. ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയ്ക്ക് തുല്യമാണ് ഈ 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, ഒരു മാക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൂപ്പർസോണിക് വിമാനം സഞ്ചരിക്കുന്നത്, മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത കമ്പയർ ടു ആ മാധ്യമത്തിലുള്ള സൗണ്ടിന്റെ വേഗത, അതിനെയാണ് മാക് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏണസ്റ്റ് മാക് എന്ന സയന്റിസ്റ്റിന്റെ ഒരു സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് പേരിട്ട് കൊടുത്തിരിക്കുന്നത്? മാക് നമ്പർ എന്ന് പറയുന്നത്. ഇനി കോൺകോഡ് വിമാനങ്ങളുടെ വേഗത 2 മാക് നമ്പർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക് എന്ന് പറഞ്ഞാൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 2 മാക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 680 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒരു സെക്കൻഡിൽ 680 മീറ്റർ ആയിരിക്കും കോൺകോഡ് വിമാനങ്ങളുടെ വേഗത എന്ന് പറയുന്നത്. ഇനി പല ടൈപ്സ് സൗണ്ടുകൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ പല ടൈപ്പ് തരംഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണികകളുടെ കമ്പനം മൂലം നമ്മൾ എടുത്തിരിക്കുന്ന മീഡിയം, മാധ്യമത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് തരംഗചലനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബക്കറ്റ് എടുത്തു വെക്കുകയാണ്. ബക്കറ്റിൽ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തട്ടിയെന്ന് വിചാരിക്കാം. ഒരു ഓളം പോലെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മൾ കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടു എന്ന് വിചാരിക്കുക. ആ കല്ല് വന്ന് വീണ ഭാഗത്തു നിന്ന് ചുറ്റും ഭാഗത്തേക്ക് ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാവുന്നത് കാണാം. ഈ ഒരു ചലനത്തിനെയാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള തരംഗ ചലനങ്ങൾ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കാം. യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സും വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. ഇതിലെ യാന്ത്രിക തരംഗങ്ങൾ 2 ടൈപ്പ് ഉണ്ട്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെയാണ് അനുപ്രസ്ഥ തരംഗം, രണ്ടാമത്തെയാണ് അനുദൈർഘ്യ തരംഗം. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ്
അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സൗണ്ട് വേവ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രതലം കേട്ടോ. പ്രതലത്തില് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന മീഡിയം, ഇതില് പാർട്ടിക്കിൾസ്, അതിലുള്ള കണികകള്, ഇതാണ് നമ്മുടെ തരംഗം പോകുന്ന ഡയറക്ഷൻ. ആ ഡയറക്ഷന് ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നിരിക്കുക. ഇതിലുള്ള ഓരോ കണികകളും തരംഗം പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം തരംഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യാത്ത ഒരു ഡയറക്ഷനിൽ നിന്ന് കണ്ടോ ഇങ്ങനെ ഒരു വേവ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ, ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വൈബ്രേഷന്റെ ഡയറക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്തിരിക്കുന്ന മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിൾസും ഓരോ കണികകളും തരംഗം അത് പ്രേഷണം ചെയ്യുന്ന ദിശയ്ക്ക് ലംബമായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കും? അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കും. ഇനി പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അഗസ്റ്റിൻ ഫ്രെണൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പ്രകാശം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളിപ്പോ പറഞ്ഞ അനുപ്രസ്ഥ തരംഗത്തിന് എക്സാമ്പിൾ ആണ്. ഖരവസ്തുക്കളുടെ, ദ്രാവക വസ്തുക്കളുടെ ഒക്കെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഒരു തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെയാണ് ശൃംഗങ്ങൾ അല്ലെങ്കിൽ തിരാശിഖരം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഫിഗർ വരയ്ക്കാറുണ്ട് ഒരു വേവിന്റെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു വേവ് ആണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ ഉയർന്ന ഒരു ഭാഗം ഉണ്ടാവും, അതിനുശേഷം താഴ്ന്ന ഒരു ഭാഗം ഉണ്ടാവും. ഈ ഉയർന്ന ഭാഗത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ശൃംഗങ്ങൾ എന്ന് വിളിക്കുക. ഓക്കെ, ഈ തുലന സ്ഥാനത്ത്, എന്താണ് തുലന സ്ഥാനം കേട്ടോ? തുലന സ്ഥാനത്ത് നിന്ന് താഴേക്ക് നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ട്രഫ് അല്ലെങ്കിൽ ഗർത്തങ്ങൾ, തിരാതടം എന്നൊക്കെ വിളിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്ന ഭാഗത്തിനെ നമ്മൾ ശൃംഗങ്ങൾ അല്ലെങ്കിൽ തിരാശിഖരം എന്ന് വിളിക്കും. തുലന സ്ഥാനത്ത് നിന്ന് താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളെ ഗർത്തങ്ങൾ അല്ലെങ്കിൽ തിരാതടം എന്ന് വിളിക്കും. അപ്പോ തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബ ദൂരമാണ് തരംഗത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇതിൽ ഉയരം ഏതായിരിക്കും? ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി എന്താ ഉയരം, ആംപ്ലിറ്റ്യൂഡ് എന്താണ്. നോക്കിയേ, ഈ ഒരു ഹൈറ്റ് കണ്ടോ? ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലേക്ക് ഉയർന്നു, ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടിയ സ്ഥാനാന്തരം. ഇനി സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്തുള്ള രണ്ട് കണികൾ തമ്മിലുള്ള അകലമാണ് തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇപ്പൊ ദേ ഇവിടെയാണ് നമ്മളൊരു വേവ് തുടങ്ങിയിരിക്കുന്നത്. വേവ് തുടങ്ങി എവിടെ അവസാനിച്ചു? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്ന് അവസാനിച്ചു. ഇവര് തമ്മിലുള്ള അകലമാണ് വേവ് ലെങ്ത്. ഓക്കെ, ഇത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞെടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ വേവ് വീണ്ടും സഞ്ചരിക്കുകയാണ്. ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരേ അവസ്ഥയിലുള്ള രണ്ടുപേരെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. നോക്കിയേ, ഇത് ഒരു പോയിന്റ്, അതുപോലെ തന്നെയുള്ള ഒരു പോയിന്റാണ് ഇതും, അല്ലെ? ഇവർ രണ്ടും തമ്മിലുള്ള അകലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? നമ്മളിപ്പോ പറഞ്ഞ തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് കിട്ടും. അതേസമയം ഇവിടെ നോക്കിയേ, ഇതും തമ്മിലുള്ള അകലോ, ഇതും എന്ത് തന്നെയാണ്? തരംഗ ദൈർഘ്യം തന്നെയാണ്. ഇനി ഇവിടെ നോക്കൂ, ഇതും തമ്മിലുള്ള അകലം എന്ത് തന്നെയാണ്? തരംഗ ദൈർഘ്യമാണ്. ഓക്കെ, അപ്പൊ ഒരേ അവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? തരംഗ ദൈർഘ്യം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? തരംഗ ദൈർഘ്യം പല രീതിയിൽ കണ്ടെത്താം കേട്ടോ. അത് ഒരേ അവസ്ഥയിലുള്ള രണ്ട് കണികകളായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. ഇനി തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് അക്ഷരമാണ് ലാംഡ. അവിടെ തന്നിട്ടുണ്ട് ലാംഡ എന്താണെന്ന് കേട്ടോ. തരംഗ ദൈർഘ്യം അതെന്താണ്? രണ്ട്
സാധനങ്ങൾ, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. ടൈം നമ്മൾ സെക്കൻഡിലാണല്ലോ മെഷർ ചെയ്യാറ്. അങ്ങനെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് വിളിച്ചത്. ആവൃത്തിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഹെഡ്സ് ആയിരുന്നു യൂണിറ്റ്. ഇനി ആവൃത്തിയും ടൈം പീരീഡും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, എഫ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/t. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/t. സ്ഥിര വേഗത്തിലുള്ള തരംഗത്തിന്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുന്നു. ഈ ആവൃത്തിയും തരംഗ ദൈർഘ്യവും വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. വെലോസിറ്റി v is equal to f lambda. വെലോസിറ്റി v is equal to f lambda. ഓക്കെ, ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് ഇവിടെ വെലോസിറ്റി v, വേഗത എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കേട്ടോ. അതും നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന തരംഗത്തിന്റെ വേവ് ലെങ്ത് ലാംഡയും തമ്മിലുള്ള ബന്ധമാണ് ഈ തന്നിരിക്കുന്നത്. v is equal to f lambda. ഇനി ഇത്ര നേരം പറഞ്ഞത് എന്ത് തരം തരംഗങ്ങളെ കുറിച്ചാണ്? അനുപ്രസ്ഥ തരംഗങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അടുത്ത് നമുക്ക് അറിയേണ്ടത് എന്ത് തരംഗങ്ങളെ കുറിച്ചാണ്? അനുദൈർഘ്യ തരംഗങ്ങളെ കുറിച്ചാണ്. മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്ന ദിശയ്ക്ക് സമാന്തരമായി എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടാണ് കമ്പനം ചെയ്യുന്നതെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, ഇതാണ് കമ്പനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതാണ് വേവ് പോകുന്ന ഡയറക്ഷൻ. ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം, ഇപ്പൊ ഇതാണ് ഒരു പാർട്ടിക്കിൾ എന്ന് വിചാരിക്കും, ഇത് ഇങ്ങനെ ഫ്രണ്ടിലോട്ടും അങ്ങനെ തന്നെ ബാക്കിലോട്ടും, ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്, ഇങ്ങനെ മാത്രം വൈബ്രേറ്റ് ചെയ്യണം. ഇത് നോക്കി, ഇതിന് പാരലൽ ആയിട്ടാണ് ഇതിന്റെ സഞ്ചാരങ്ങൾ മൊത്തം വരുന്നത്. ഇങ്ങനെയുള്ള വൈബ്രേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നു. ശബ്ദം എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിൾ ആണ്. ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങൾ എന്തിന് എക്സാമ്പിൾ ആണ്? അനുദൈർഘ്യ തരംഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും അൾട്രാസോണിക് സൗണ്ട്, ഇൻഫ്രാസോണിക് സൗണ്ട് എന്നൊക്കെ അല്ലെ. 20 ഹെർട്സിന് താഴെ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുക. ആന, തിമിംഗലം, ജിറാഫ് ഇവരൊക്കെ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം ഇതൊക്കെ ഉണ്ടാവുന്നതിന് തൊട്ട് മുൻപായിട്ട് ഉണ്ടാവുന്ന സൗണ്ടുകളാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അതുകൊണ്ടാണ് പറയണ ഈ ഭൂകമ്പം ഒക്കെ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് മൃഗങ്ങളൊക്കെ വല്ലാണ്ട് ഒച്ച ഉണ്ടാക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ്? അവർക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാനുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ്. ഇനി അൾട്രാസോണിക് സൗണ്ടുകളുടെ ആവൃത്തി എന്ന് പറയുന്നത് 200 ഹെർട്സിന് മുകളിലാണ്. 200 കിലോ ഹെർട്സിന് മുകളിലുള്ള സൗണ്ടിനെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ് ഒക്കെ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് സൗണ്ട്. ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ പൊടിച്ചു കളയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സൗണ്ട് വേവ്സ് ഏതാണ്? അൾട്രാസോണിക് സൗണ്ടുകളാണ്. ഇനി നമ്മള് സ്കാനിങ്, രോഗനിർണയത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. ഇനി ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്ന വേഗതയെ പറയുന്ന പേരാണ് സബ് സോണിക്. സോണിക് എന്ന് വെച്ചാൽ സൗണ്ട് കേട്ടോ. സബ് സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ വേഗതയേക്കാൾ കുറവ്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ സ്പീഡുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സോണിക്. കേട്ടില്ലേ? സൂപ്പർ സോണിക് വിമാനങ്ങൾ. ഓക്കെ, ഈ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി വേഗത ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ സോണിക് എന്ന് വിളിക്കും. സബ് സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ വേഗതയേക്കാൾ കുറവ്. സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ വേഗതയേക്കാൾ കൂടുതൽ. ഹൈപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ടിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി വേഗത. ഓക്കെ, ഇനി ശബ്ദത്തേക്കാൾ വേഗതയിലോ ശബ്ദത്തിന്റെ വേഗതയിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം ഉണ്ടാക്കുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദത്തിനെ പറയുന്ന പേരാണ് സോണിക് ബൂം. ഓക്കെ, നമ്മൾ ഈ ഈർക്കിലൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിൽ ഇങ്ങനെ ഒച്ച സോണിക് ബൂം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ വേഗതയിലോ അല്ലെങ്കിൽ ശബ്ദത്തെക്കാൾ വേഗതയിലോ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ, ഒരു വസ്തു ചലിക്കുമ്പോൾ
അതിലുണ്ടാക്കുന്ന ആഘാത തരംഗങ്ങൾ, അത് ആ വായുവിലൊക്കെ ഉണ്ടാക്കുന്ന ആഘാത തരംഗങ്ങളെ പറയുന്ന പേരാണ് സോണിക് ബൂം. ഓക്കെ. ഇനി ചീവീടുകളുടെ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ചിറകിന് താഴെയായിട്ട് അവര് ഇങ്ങനെ കൂട്ടിയുരയ്ക്കുന്നത്, പ്രത്യേക അവയവങ്ങൾ കൂട്ടിയുരയ്ക്കുന്നതുകൊണ്ടാണ് അത്രയും ഹൈ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഇനി മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൻ വിസിൽ. ഇത് മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നായകൾക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗാൾട്ടൻ വിസിലിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതായിരിക്കും? അൾട്രാസോണിക് സൗണ്ട് ആയിരിക്കും. ഓക്കെ. ഇനി ഇതുപോലെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, വവ്വാല് പോലെയുള്ള ജീവികള് അവയുടെ ഫ്രണ്ടിലുള്ള തടസ്സം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശബ്ദം ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടെത്തും അല്ലെ? ആ ഒരു പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് എക്കോ ലൊക്കേഷൻ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്ന 2 ജീവികളാണ് വവ്വാലും ഡോൾഫിനും. ഇരകളുടെ സാന്നിധ്യം അറിയാൻ, വഴിയിലെ തടസ്സങ്ങൾ അറിയാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വവ്വാലും ഡോൾഫിനും ഒക്കെ അൾട്രാസോണിക് ശബ്ദ തരംഗം ഉപയോഗിക്കുന്നത്. ഓക്കെ, അൾട്രാസോണിക് കേട്ടോ. ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് സോണാർ, SONAR. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമ്മള് കടലിലൊക്കെ ഷിപ്പിലൊക്കെ പോണവര് സമുദ്രത്തിന്റെ ആഴം എന്തോരുണ്ട്, അതില് മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ കടലിന്റെ അടിത്തട്ടിന്റെ ദൃശ്യങ്ങൾ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സോണാർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സോണാർ ഉപയോഗിക്കുന്ന ഗതാഗത രംഗമാണ് കപ്പൽ ഗതാഗതം. ഇപ്പൊ കപ്പൽ പോകുന്ന വഴിയിൽ താഴത്തേക്ക് ആഴം എന്തോരുണ്ട് എന്ന് ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് സോണാർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന സൗണ്ട് വേവ്സ് ഏതാണ്? അൾട്രാസോണിക് സൗണ്ട് ആണ്. സോണാറിൽ പ്രയോജനപ്പെടുത്തുന്ന സൗണ്ടിന്റെ സവിശേഷതയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ടിലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗണ്ട് അവിടെ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ, ആ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ തടസ്സം ഉണ്ടോ എന്ന് അറിയാം. ഇനി ആഴുണ്ടോ എന്ന് എങ്ങനെ അറിയാം? സോണാറിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ട് ഇപ്പൊ കടലിന്റെ ഒക്കെ ആണെങ്കിൽ അടിത്തട്ടിൽ ചെന്ന് തട്ടി തിരിച്ചു വരാനെടുക്കുന്ന സമയം വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കടലിന് എത്രത്തോളം ആഴമുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സൗണ്ട് ഓരോ മീഡിയം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മാധ്യമം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള ഒരു സ്പീഡ് എന്ന് പറയുന്നത് 340 മീറ്റർ/സെക്കൻഡ് ആണ്. അതേസമയം കുറച്ച് ഇലാസ്റ്റിക് ആയ ഒരു മീഡിയത്തില് സൗണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ സൗണ്ട് കുറച്ച് സ്പീഡിലായിരിക്കും സഞ്ചരിക്കുക. ഇനി സാധാരണഗതിയിൽ നമ്മൾ പറയാം സൗണ്ടിന് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് എവിടെയാണ്? എല്ലാ ഖരവസ്തുക്കളിലുമാണ്. ഇനി ഏറ്റവും കുറവ് എവിടെയായിരിക്കും? വായുവിലായിരിക്കും, അല്ലെങ്കിൽ വാതകത്തിലായിരിക്കും ഏറ്റവും കുറവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമുണ്ട്? മാധ്യമം ആവശ്യമുണ്ട്. അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കുറവ് എവിടെയാണോ അവിടെയാണ് സൗണ്ടിന് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് പറയുന്നത് ഖരത്തിലാണ് സൗണ്ടിന് ഏറ്റവും സ്പീഡ് കൂടുതൽ, വാതകത്തിൽ ഏറ്റവും കുറവ്. നോക്കിയേ, വാതകത്തിൽ കുറവ്, അതിൽ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും ദ്രാവകങ്ങളിൽ, അതിലും സ്പീഡ് കൂടുതലായിരിക്കും ഖരത്തിൽ. വായു, ഇരുമ്പ്, ജലം, ഈ 3 മാധ്യമങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശബ്ദത്തിന്റെ വേഗത കൂടി വരുന്ന ക്രമത്തിൽ എങ്ങനെ എഴുതാം? കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? വായുവിലായിരിക്കും, പിന്നെ ജലത്തിലായിരിക്കും, പിന്നെ ഇരുമ്പിലായിരിക്കും. അത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സൗണ്ടിന്റെ സ്പീഡുകൾ തന്നിട്ടുണ്ട്. ഇതിലെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, വായുവിലുള്ള സ്പീഡ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി വായുവിലുള്ള സൗണ്ടിന്റെ വേഗതയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആർദ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ വാട്ടർ കണ്ടന്റ് എത്രത്തോളം ഉണ്ട്, സാന്ദ്രത, താപനില, കാറ്റ്, ഇതൊക്കെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ശബ്ദത്തിന്റെ വേഗതയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ശബ്ദത്തിന്റെ പ്രവേഗം, അതായത് വേഗത കൂടും. ഇപ്പൊ ചൂട് കൂടിയ സമയത്ത് വായുവിന്റെ സാന്ദ്രത കുറവാണ്, ആ സമയത്ത് ശബ്ദത്തിന്റെ വേഗത കൂടുതലാണ്. ഇനി കാറ്റുള്ള സമയങ്ങളിൽ അന്തരീക്ഷ വായുവിന് മർദ്ദ വ്യതിയാനം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ടിലും ഒരു വേഗതയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ശബ്ദത്തെ കുറിച്ചുള്ള പഠിക്കാനുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ പ്രതിധ്വനിയെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്രതിധ്വനിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ്
കാറ്റക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മള് കോമൺ ആയിട്ട് കേൾക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ് റിവർബറേഷൻ അല്ലെങ്കിൽ അനുരണനം. അനുരണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു റൂമിലൊക്കെ കയറി വിചാരിക്കാം, എം ടി ആയി കിടക്കുന്ന റൂമില് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കുറെ സമയം ഇങ്ങനെ മുഴക്കം പോലെ കേൾക്കാം. സൗണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് തട്ടി 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 തിരിച്ചു വരുമ്പോൾ അതിങ്ങനെ പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ആവർത്തന റിഫ്ലക്ഷൻ പ്രതിപതനത്തിലൂടെ തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തിനെയാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആവർത്തിച്ചുണ്ടാകുന്ന ഒരു മുഴക്കം, അതിനെയാണ് റിവർബറേഷൻ, അനുരണനം എന്ന് പറയുന്നത്. അനുരണനം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അനുരണനം കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കട്ടിയുള്ള കർട്ടനുകൾ ഉപയോഗിക്കാം, കുഷ്യൻ സീറ്റുകൾ ഉപയോഗിക്കാം, മുറിയിലെ ജനലുകളും വാതിലും ഒക്കെ തുറന്നിടാം. ഇതൊക്കെ വഴി നമുക്ക് എന്ത് കുറയ്ക്കാം? ഈ മുഴക്കം കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഫിനോമിനാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ആവർത്തന പ്രതിപതനം. പല പല വസ്തുക്കളിൽ തട്ടി തട്ടി സൗണ്ട് പ്രതിഫലിച്ചു വരുന്നതിനെയാണ് ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഈ മെഗാഫോൺ, എയർ ഹോൺ, ട്രംപറ്റ്, ഷേണായി ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ട്രംപറ്റും ഷേണായിയും ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അതിൽ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് ആ എയർ കോളത്തിനുള്ളിൽ ഇങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പുറത്ത് വരുമ്പോഴാണ് നല്ലൊരു നമുക്ക് കേൾക്കാൻ രസമുള്ള ഒരു സൗണ്ട് ആയിട്ട് വരുന്നത്, അല്ലെ? സ്റ്റെതസ്കോപ്പിനുള്ളിൽ ആ നീളത്തിൽ ഒരു കുഴലുണ്ട്. ആ കുഴലിനകത്ത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ചെവിയിലേക്ക് അത് എത്തണേ. ഇനി ഹാളുകളിലെ സീലിങ്ങുകൾ വളച്ചു നിർമ്മിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ സ്റ്റേജിന് പിന്നിൽ സൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആവർത്തിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത് വഴി സൗണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തിയേറ്ററിലെ സ്ക്രീൻ ഇങ്ങനെ വളച്ചാണ് നിർമ്മിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സൗണ്ട് തട്ടി റിഫ്ലക്ട് ചെയ്ത് എത്താൻ വേണ്ടിയിട്ടാണ്. ചില ഓഡിറ്റോറിയങ്ങളൊക്കെ നിർമ്മിക്കും, അതൊരു ആർച്ച് ആകൃതിയിലാണ് ഉണ്ടാക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ഭാഗത്തേക്കും സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സൗണ്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കാം, എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ് എല്ലാവർക്കും? സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.